ഹായ് ഒരുവൺ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ച് ചോദിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലുണ്ടാകുന്ന വിസ ലാഗിങ്ങിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ വിസ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ലാഗിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ കോൺട്രാക്ട് കിട്ടാനുള്ള ലാഗിങ് ഒരുപാട് ലാഗാകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഒരാൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക. അത് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, എൻ്റെ റിജാസ്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റീസെൻ്റ്ലി ഒരാൾ എനിക്ക് ഒരു ഇൻവിറ്റേഷൻ പോലെ അയച്ചു തന്നു. ആ ഇൻവിറ്റേഷൻ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് അതിൽ വരുത്തിയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ ശരിക്കും ഒരു ഫേക്ക് ഇൻവിറ്റേഷനെ പോലെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതായത് അതിലേക്കുള്ള പ്ലേസ് ഓഫ് ഇഷ്യൂസ് ഒക്കെ മാറ്റി കൊടുത്തു, PDF അതൊക്കെ മാറ്റിയിട്ടാണ് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വൻ തട്ടിപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇവർ ഈ ഒരു അപേക്ഷക്ക് വർക്ക് വിസയ്ക്കായിട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ 3 വർഷത്തേക്കുള്ള റെസിഡൻസ് വിസയ്ക്ക് കൊടുത്തിട്ട് അവർക്ക് കഴിഞ്ഞ 3-4 മാസത്തോളം ഇങ്ങനെ ഒരു ഇൻസിഡൻസ് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിസയ്ക്ക് കൊടുത്തിട്ട് ഇത്രയും കാലമായിട്ട് അവർക്ക് ഇത് കിട്ടിയിട്ടില്ല. അങ്ങനെ അവർ നിരന്തരമായിട്ട് ഇവരടുത്ത് ചോദിച്ച സമയത്ത് ഇവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഫേക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇൻവിറ്റേഷൻ കാര്യങ്ങൾ ഒറിജിനൽ തന്നെയായിരുന്നു. പക്ഷേ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇവർക്ക് ഈ ഒരു ഇൻവിറ്റേഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ ഇവർക്കിത് ചെക്ക് ചെയ്യാൻ അറിയാത്തത് കാരണം കൂടുതലും റഷ്യൻ ലാംഗ്വേജിലായിരിക്കും ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ പലർക്കും അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ടൊക്കെ ആയിട്ട് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു റഷ്യൻ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് നടക്കുന്നത് ഒരു സബ്മിഷനാണ്. അതായത് സബ്മിഷൻ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വരുന്നതാണ് വർക്ക് കോൺട്രാക്ട് വർക്ക് ഇൻവിറ്റേഷൻ റിലീസ് ആവുക. ഈ സബ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ടൈം ചെറിയൊരു ലാഗിങ് വരുന്നുണ്ട്. ഒരു 40 ഡേയ്സ്, ഒരു 45 ഡേയ്സിൻ്റെ അകത്തൊക്കെയാണ് ഈ ഒരു നമുക്കിത് അടിച്ച് കിട്ടുക, ഈ സബ്മിഷൻ. ചില സമയത്ത് ഡിപ്പെൻഡ് ഓൺ റഷ്യൻ ഫെഡറേഷൻ അനുസരിച്ച് ചിലപ്പം അത് കുറച്ച് എയർലി കിട്ടാൻ സാധ്യതയുണ്ട്. അത് അവരാണ് ഡിസൈഡ് ചെയ്യുക, നമ്മളല്ല. അവരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ, അവരെ കയ്യിലാണ് അതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ സബ്മിഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പലർക്കും ഈ സബ്മിഷൻ പേപ്പർ പോലും ആരും അയച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ഇതൊക്കെ അത് സീക്രട്ടാക്കി വെക്കുകയാണ്, അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഈ സബ്മിഷൻ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു പേപ്പർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കോൺട്രാക്ട് വർക്ക് ഇൻവിറ്റേഷൻ. പലർക്കും ഈ കോൺട്രാക്ട് ഇൻവിറ്റേഷൻ ഒന്നും ആരും അയച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ പലർക്കും അറിയില്ല ഇതെന്താണ്, ഈ കോൺട്രാക്ട് ഇൻവിറ്റേഷൻ എന്താണ്. അത് മസ്റ്റായിട്ട് ഒരാളെ കയ്യിൽ വെക്കേണ്ട ഒരു സംഭവമാണ് ഈ കോൺട്രാക്ട് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇത് ആർക്കും അയച്ചു കൊടുക്കാതെ കാരണം ഇതിനെക്കുറിച്ച് യാതൊരു നോളജോ ബേസിക് ആയിട്ടുള്ള നോളജോ കാര്യങ്ങളോ ആർക്കും ഇല്ല. അപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരാൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി, ഒരു 3 മാസത്തിൽ കൂടുതലായി അപ്ലൈ ചെയ്തിട്ട്. പക്ഷേ ഇതുവരെയായിട്ടും അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ അവരോട് ഞാനിങ്ങനെ ഇതിൻ്റെ നിരന്തരം ചോദിച്ചു ഇവരടുത്ത് സംസാരിച്ചപ്പം ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഫേക്കായിട്ട് ഇതൊക്കെ പ്ലേസ് ഓഫ് ഇഷ്യൂ അതിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ടാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോക്കായി പോയി. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെയും ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞ സമയത്ത് എനിക്ക് ആരാണെന്ന് എന്താണെന്നൊന്നും അറിയത്തില്ല, ഇങ്ങനെ കിട്ടിയതാണ്. അപ്പം അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു ഫേക്കായിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ച് മാത്രമേ ഹാൻഡിൽ ചെയ്യുക. കാരണം ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ റഷ്യയിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ഒരു ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തത് കാരണമാണ് ഈ ഒരു ചതിയിൽ പോയി പെടുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു വിസ ട്രാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഒരു വിസ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ VFS സെൻറ്റർ എന്നുള്ളത് നമ്മളെ ഇതിലടിക്കുക. അതായത് നമ്മുടെ ഗൂഗിളിൽ VFS സെൻറ്റർ എന്ന് അടിച്ചതിന് ശേഷം നിങ്ങളുടെ വിസ പ്രോസസ്സിങ്ങിലാണോ അണ്ടർ പ്രോസസ്സിങ്ങിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇത് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. വിസ സെൻറ്റർ എന്നുള്ളത് നിങ്ങളുടെ സൈറ്റിൽ പോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സൈറ്റ് ഓപ്പൺ ആവും. VFSൻ്റെ ഗ്ലോബൽ സൈറ്റ് ഓപ്പൺ ആവും. അതിൽ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൺട്രി സെലക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഏത് കൺട്രിയിൽ നിന്നാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ കൺട്രി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ പേജ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏറ്റവും മുകളിലായിട്ട് ഒരു 3 ഡോട്ട് കാണും. ആ ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ വിസ സെൻറ്റർ എന്നൊക്കെ വിസ ആപ്ലിക്കേഷൻ ഫോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്കും പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ടാവും. അത് രണ്ടും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ വിസ അണ്ടർ പ്രോസസ്സിങ്ങിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങളത്
അതിൽ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അതിൽ കാണിക്കും എപ്പോഴാണ് നിങ്ങളുടെ വിസ അണ്ടർ പ്രോസസ്സിംഗിലാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരാളെ സഹായം വേണ്ടി വരില്ല, പലർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അത് നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആവും. നിങ്ങളുടെ വിസ ഇപ്പം റണ്ണിങ്ങിലാണോ പ്രോസസ്സിംഗിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ രീതിയിലുള്ള ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 3-4 മാസമായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളെ പാസ്പോർട്ട് ഹാൻഡ് ഓവർ ആയോ, നിങ്ങളെ പാസ്പോർട്ട് അണ്ടർ പ്രോസസ്സിംഗിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾ കാണിക്കാം. അതിൽ ഞാൻ ജസ്റ്റ് ഇത് നിങ്ങളെ കാണിക്കുന്നുണ്ട്, ഇതിൽ എങ്ങനെയാണെന്നുള്ളത് ചെയ്യുന്നുള്ളത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക. അങ്ങനെയുള്ള വലിയ തട്ടിപ്പുകളിൽ പോയിട്ട് പെടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് പല ആൾക്കാരും ഇത് ഷെയർ ചെയ്യുന്നില്ല. അപ്പം ഞാനിത് കാരണം നമ്മൾ മലയാളികൾക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്, നിങ്ങളത് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പല ആൾക്കാരും ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലും അതിൽ തിരിമറി നടത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വൻ തട്ടിപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർ ഈ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പോലും തിരിമറി നടത്തിയിട്ട് അതിൽ പല രീതിയിലുള്ള അതിൻ്റെ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ആരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ബാങ്കിൽ പോലും സ്റ്റേറ്റ്മെൻറ്റിൽ PDF ഫയൽ അതിൻ്റെ ബാങ്കുകാർക്ക് പോലും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അത്രയും ഉടായ്പിൽ ആൾക്കാർ വരെ ഉണ്ട്. അത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പം പേയ്മെൻറ്റ് ചെയ്യുന്ന PDF ഇതിൻ്റെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കയറിയിട്ട് അത് മാറ്റിയിട്ട് ബാങ്കിലേക്ക് ഇപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും അത് സക്സസ്ഫുൾ എന്ന് കാണിക്കും. പക്ഷേ അതിൽ ഫുള്ളും PDF കേട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ട് കയറ്റുകയാണ്. നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലൊക്കെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്, വലിയ രീതിയിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. പിന്നെ എല്ലാവരോടും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം വിസൻ്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളായാലും ഇപ്പോൾ ഒരുപാട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. എല്ലാം കുറച്ച് ലാഗിങ് ആണ്, എല്ലാം മൊത്തത്തിൽ ലാഗിങ് ആണ്. റഷ്യൻ്റെ വിസ എല്ലാ രീതിയിലും ലാഗിങ് ആണിപ്പോൾ. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ വിസക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് വിസ കിട്ടിയിരിക്കും. പക്ഷേ ഒരു ലാഗിങ് വരുന്നുണ്ട്. അത് മൊത്തത്തിൽ ഇപ്പം ന്യൂ ഇയർ വരുന്നതോടൊക്കെ അനുബന്ധിച്ച് അതുകൂടാതെ തന്നെ ഒരുപാട് ആൾക്കാർ റഷ്യയിലേക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ കയറി വരുന്നുണ്ട്. കാരണം പല യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള സിറ്റുവേഷൻ വളരെ മോശമായത് കൊണ്ട് തന്നെ എല്ലാവരും റഷ്യയാണ് ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റിയുള്ള ഒരു രാജ്യം റഷ്യ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം റഷ്യയിലേക്കാണ് വളരെ രീതിയിൽ കയറി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. നിങ്ങളൊരു തട്ടിപ്പ് വൻ ചതിയിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ വിസ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് നിങ്ങളുടെ വിസ പ്രോപ്പറാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ വിസയിൽ നിങ്ങൾ ഇപ്പം വർക്ക് കോൺട്രാക്ട് വർക്ക് ഇൻവിറ്റേഷൻ ഒക്കെ വരുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു സ്പെല്ലിങ്ങോ കാര്യങ്ങളോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇൻവിറ്റേഷനോ കോൺട്രാക്ട് കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ പേര്, സർനെയിം ഇതെല്ലാം ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അല്ലാതെ നിങ്ങൾ അങ്ങനെ ഡയറക്റ്റ് അത് കൊടുത്ത് സർനെയിമിലൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ വിസ സ്റ്റാമ്പ് ചെയ്ത് തരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളെ ഒന്ന് റീവാലുവേറ്റ് ചെയ്യുക. അതൊന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് വീണ്ടും തിരിച്ചു കൊടുത്ത് അപ്ലൈ ആവുന്ന ഒരു 1 വീക്കിനകത്തൊക്കെ ചിലപ്പോൾ ഇപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാണെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവായി വീഡിയോ കാണുന്നവരെല്ലാവർക്കും